ദീപം FIS ചാനൽ പ്രേക്ഷകർക്ക് സ്വാഗതം. അങ്ങനെ 3 ദിവസത്തെ മൗനത്തിന് ശേഷം ഇളയ ദളപതി വിജയ് വീഡിയോയിലൂടെ ഇന്നലെ ഉണ്ടായിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തി. അതായത് കരൂരിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചതെന്നും അതിൽ അങ്ങേയറ്റം തനിക്ക് ഖേദമുണ്ടെന്നും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്ന് ഞാൻ ഉൾപ്പെടെ ഏവരും അറിയാൻ ആഗ്രഹിക്കുന്നു. സത്യം എന്തു തന്നെയാണെങ്കിലും വെളിയിൽ വരേണ്ടതുണ്ട്. അതുകൊണ്ട് എന്ത് നിയമ നടപടികൾക്കും വിധേയനാകാൻ താൻ തയ്യാറാണെന്നും എന്ത് തെറ്റും കുറ്റങ്ങളുണ്ടെങ്കിലും അത് എന്നെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം, ഞാൻ ഓഫീസിലുണ്ട് അല്ലെങ്കിൽ വീട്ടിലുണ്ട്, ചെന്നൈയിൽ തന്നെ ഉണ്ട്, ചെന്നൈ വിട്ട് ഞാൻ എങ്ങും പോയിട്ടില്ല, തമിഴ്നാട്ടിൽ നിന്നും ഞാൻ എങ്ങും പോയിട്ടില്ല, ഒരു കാരണവശാലും നിരപരാധികളായ എൻ്റെ പാർട്ടി പ്രവർത്തകരെ ഉപദ്രവിക്കരുത്, ഇതിൻ്റെ പേരിൽ ഉപദ്രവിക്കരുത്, നിങ്ങൾക്ക് വേണ്ടത് ഞാനല്ലേ, ഞാൻ തയ്യാറാണ്, നിങ്ങൾക്ക് എപ്പം വിളിച്ചാലും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഹാജരാകാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിരപരാധികളായ സാധുക്കളായ പാർട്ടി പ്രവർത്തകരെ ഉപദ്രവിക്കരുത്, ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതെന്താണ് എങ്ങനെയാണ് എന്ന് പോലീസിലൂടെ തെളിയിക്കേണ്ടതുണ്ട്, അന്വേഷണത്തിലൂടെ തെളിയിക്കേണ്ടതുണ്ട്. അതിൽ ഏത് അന്വേഷണത്തിനും ഞാൻ വിധേയനാണ്, 100% സഹകരിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അവിടെ സംഭവിച്ചത്. അതിൽ അങ്ങേയറ്റം തനിക്ക് ദുഃഖമുണ്ടെന്നും പാർട്ടിയുടെ നേതാവെന്ന നിലയ്ക്ക് എന്നിലൂടെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരിക്കലുമല്ല, ഞാൻ ഇതിനു വേണ്ടി ഒരിക്കലും ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും ഞാൻ കൂട്ടുനിൽക്കുന്ന ആളല്ല, അങ്ങനെ ചെയ്യുകയുമില്ല. അത് ആ ഡിസ്പ്രഷനിൽ നിന്നും ഞാൻ ഇതുവരെ പൂർണ്ണമായും മോചിതനായിട്ടുമില്ല. പക്ഷേ ഇതിൻ്റെ പേരിൽ നിരപരാധികളായ പാർട്ടി പ്രവർത്തകരെ ചൂഷണം ചെയ്യുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന ഖേദത്തോടു കൂടിയുള്ള ഒരു വീഡിയോ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോൾ അറിയാം, അദ്ദേഹം സത്യം പറഞ്ഞാൽ നേരെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് രക്തമയോ ഇല്ല എന്ന് വേണം പറയാൻ. ആ വീഡിയോ കണ്ടിട്ടുള്ള ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ മുഖത്ത് രക്തമയോ ഇല്ല, എന്തൊക്കെയോ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചത്. ഇതിൻ്റെ പിന്നാമ്പുറത്തെ സത്യം എന്ത് തന്നെയാണെങ്കിലും ഈ ലോകം അറിയേണ്ടതുണ്ട്. ഇതിനു വേണ്ടി ഏത് നടപടികൾക്കും നിയമ നടപടികൾക്കും താൻ വിധേയനാണ്, അതിന് തയ്യാറാണ്, സഹകരിക്കുക തന്നെ ചെയ്യുന്നതായിട്ടുള്ള യുവാക്കളെയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെയോ ഫാൻസുകാരെ ഉപദ്രവിക്കരുത് എന്നുള്ള അപേക്ഷയിലൂടെയാണ് അദ്ദേഹം ഈ വീഡിയോ ഇവിടെ പൂർത്തിയാക്കുന്നതായി നമുക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചത്. എന്തായാലും വരുന്ന വെള്ളിയാഴ്ച ചെന്നൈ ഹൈക്കോടതിൻ്റെ മധുര ശാഖയിലാണ് ഈ കേസ് പരിഗണിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി അല്ലെങ്കിൽ വൈകുന്നേരത്തിനിപ്പുറം സംഭവം എങ്ങനെയായി തീരും എന്ന് നമുക്ക് ഏകദേശം അറിയാൻ സാധിക്കും. എന്തായാലും തമിഴ്നാട് ഗവൺമെൻറ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള പദ്ധതികൾ തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നതായിട്ട് അറിയാൻ സാധിക്കും നമുക്ക്. മറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം നടക്കുന്നിടത്ത് പല ദൃക്സാക്ഷികളും ഉണ്ടായിരുന്നു. അതായത് 2ാം നിലയിലും 3ാം നിലയിലൊക്കെ നിന്ന് കണ്ടിട്ടുള്ളവരുണ്ട്, ഒരുപാട് വ്യക്തികളുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണമില്ലാതെ ആ സമ്മേളന വേദിയിലൂടെ വഴിയുടെ നടക്കക്കൂടി ആംബുലൻസ് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ആംബുലൻസിനകത്ത് പേഷ്യൻറ്റുകളും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഒരു വിത്തൗട്ട് ആംബുലൻസ് ഒരെണ്ണമല്ല 3-4 എണ്ണം അതിൻ്റെ ഇടയിൽ കൂടെ കടന്നു വരികയുണ്ടായി. അതുകൊണ്ടാണ് ജനങ്ങൾ ആ സമയത്ത് അത്രയ്ക്കും ആ ആംബുലൻസിന് വഴി ഒരുക്കാനായിട്ട് അവർ പരിശ്രമിച്ചത്. തന്നെയുമല്ല, ഇതിന് ഗവൺമെൻറ് 500 പോലീസുകാരാണ് ഡ്യൂട്ടിക്ക് ഏൽപ്പിച്ചത്. 500 പേരിൽ ഏതാണ്ട് 200 പേര് മാത്രമേ ഉള്ളൂ ഈ പരിസരം ചുറ്റും ഒരു ചുറ്റുവേലി പോലെ നിന്ന് സംരക്ഷണ ചുമതല വഹിച്ചത്. ബാക്കിയുള്ള 300 പേരാകട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തന്നെ നിന്ന് പരസ്പരം അവരുടെ കുടുംബകഥകളോ മറ്റും സംസാരിച്ചിരിക്കുന്നതായിട്ടാണ് കാഴ്ചക്കാരായിട്ടുള്ളവർ പറഞ്ഞ്. പോരാത്തതിന് ഇതെങ്ങും പെടാതെ പ്രവർത്തകരെന്ന പേരിൽ കുറേ സാമൂഹിക വിരോധികളായിട്ടുള്ള കുറേ യുവാക്കൾ ഇടിച്ചു കയറുകയുണ്ടായി. അവരെന്തിനാണ് ഇടിച്ചു കയറിയെന്നറിയില്ല. ബോധമില്ലാതെ അവർ ബാക്കിയുള്ളവരെ ഉദ്രവിച്ച് അതിനകത്തൂടെ കടന്നു കയറുകയായിരുന്നു. ഇതെല്ലാം കൂടെ ആയപ്പോഴാണ് ഇത്രയേറെ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത്രയ്ക്കും മരണം ഇത്രയധികം വരില്ലായിരുന്നു എന്ന് തന്നെയാണ് അവിടെ ആ പരിസരത്തുണ്ടായിരുന്ന ആൾക്കാർ കണ്ടു നിന്നവർ. അതായത് തൊട്ടടുത്ത് വീടുകളും കെട്ടിടങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ആ കരൂർ എന്ന് പറയുന്ന നഗരം എന്ന് പറയുന്നത് വലിയ നഗരമൊന്നും അല്ല. നമ്മുടെയൊക്കെ കേരളത്തിൽ അതിൻ്റെ കപ്പാസിറ്റി പറയുകയാണെങ്കിൽ തെക്ക് പറയുകയാണെങ്കിൽ കൊട്ടാരക്കര, വടക്ക് പറയുകയാണെങ്കിൽ കുന്നംകുളം, കോട്ടയം ഭാഗത്ത് പറയുകയാണെങ്കിൽ പാല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നഗരത്തിൻ്റെ വലിപ്പമേ ഉള്ളതിനാകെയുള്ളൂ. തന്നെയല്ല, നഗരത്തിൻ്റെ ഹൃദയഭാഗത്തും അല്ല ഈ സംഭവം നടന്നത്. നഗരത്തിനോട് ചേർന്നൊരു പ്രദേശം, അതായത് 4-വരിപ്പാത, ദേശീയപാത പോലെ ഇരിക്കുന്ന 4-വരിപ്പാത, അങ്ങനെ സ്ഥലത്താണ്. അപ്പം ഗവൺമെൻറ്റിന് അറിയില്ല ഇദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് ഇത്രയും ആൾക്കാർ വരും, അപ്പം അതനുസരിച്ച് സെക്യൂരിറ്റി കൊടുക്കണമെന്നുള്ള കാര്യം ഗവൺമെൻറ്റിന് അറിയില്ലേ?
എങ്ങനെയാണ് ഈ ആംബുലൻസുകൾ വിത്തൗട്ട് ആംബുലൻസുകൾ അവിടെ കടന്നു വരേണ്ട കാര്യം എന്നാ? അപ്പം പോലീസ് അവർ ഇത്രയും വലിയ കൃഷ്ണൻ്റെ ഇടയ്ക്ക് ആംബുലൻസ് ഒരു കാരണവശാലും കയറ്റി വിടാൻ പറ്റുകയില്ല. കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും സംഭവിക്കും. അതുകൊണ്ട് അതിന് മറ്റൊരു വഴി കൂടെ മാറ്റിവിടേണ്ടതല്ലേ? വേറൊരു വഴി കൂടെ ആംബുലൻസുകളെ മാറ്റിവിടേണ്ടത് ആരുടെ ജോലിയാണ്? പോലീസിൻ്റെ ജോലിയാണ്. ആ കൃത്യനിർവഹണം നടത്തിയിട്ടില്ല. മനസ്സിലായേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ചോദ്യം കിട്ടേണ്ടതുണ്ട്. ഇതിൽ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ്? വിജയ് തന്നെയാണോ? വിജയുടെ സംഘടന തന്നെയാണോ? അതോ ഇതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? വിജയിയോട് വ്യക്തിപരമായ വൈരാഗ്യമുള്ള ശത്രുതയുള്ളവർ വല്ലവരും ഉണ്ടോ? ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് നമുക്ക് വെള്ളിയാഴ്ചയോടുകൂടി ഏകദേശം ചിത്രത്തിൻ്റെ ഏകദേശ രൂപം തെളിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചാനൽ കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.